ഹായ് ഫ്രണ്ട്സ്, ഇനി വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു പാറ്റേൺ ചെയ്യാൻ. ഇത് നമ്മളിപ്പോൾ ഇവിടെ പട്ടുപാവാട ബ്ലൗസിനാണ് ഈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബോർഡർ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 9 ഇഞ്ചും നീളം വരുന്നത് 5.5 ഇഞ്ചുമാണ്. അപ്പോൾ ഇതിൽ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിവിടെ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ മടങ്ങിയ ഭാഗത്തു നിന്നാണ് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചുരുക്കിൻ്റെ വീതി എന്ന് പറയുന്നത് നമുക്ക് 2.5 ഇഞ്ച് വരെ ചുരുക്കിടാം. അപ്പോൾ ടോട്ടൽ നമുക്ക് ആ ഒരു സൈഡും കൂട്ടി 5 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ ഒരു അളവിൽ വേണം നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ താഴെയായിട്ട് നമ്മൾ വേറൊരു പീസ് അറ്റാച്ച് ചെയ്യും പൈപ്പിംഗ് ആയിട്ട്. അപ്പോൾ അത് അടിച്ചു പോകുമ്പോൾ 1/2 ഇഞ്ച് പോകുമല്ലോ. നമ്മൾ ആ ഫ്ലീറ്റ്സ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ടേപ്പ് വയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ആം ഹോൾ ലെങ്ത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. അത് ഈ ഒരു പോയിന്റിലായിട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ആ ഫ്ലീറ്റ്സ് ഇട്ട പോയിന്റിൽ നിന്ന് നീക്കിയിട്ട് വേണം ഇങ്ങനൊരു ഷേപ്പിൽ കൊടുക്കേണ്ടത്. താഴേക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ 1.5 ഇഞ്ച് ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊണ്ടുവരിക. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു സ്ലീവ് കിട്ടുന്നത്. എന്നിട്ട് മുകളിൽ ആ ഒരു 5 ഇഞ്ചിൻ്റെ ഉള്ളിൽ ഫ്ലീറ്റ്സ് ഇടുക. ആ ഒരു പാറ്റേണിൽ തന്നെ താഴെയും ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബോർഡർ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ബോർഡർ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ 3 ഇഞ്ചാണ് ആ ബോർഡറിൻ്റെ വീതി വരുന്നത്. അതിൽ ആദ്യം അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡ് ലൈനിങ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. അതിൻ്റെ പകരമായിട്ട് നമ്മളൊരു ചെറിയ പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ലൈനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ലൈനിങ് പീസ് ഈ സ്ലീവിൻ്റെ രീതിയിൽ കട്ട് ചെയ്തിട്ട് ലൈനിങ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്ത് മറിച്ചിടും. ഇവിടെ പൈപ്പിംഗ് കൊടുക്കണതുകൊണ്ട് ചെറിയൊരു 1 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ നല്ല വെച്ചടിച്ച് റോങ് സൈഡിലേക്ക് മടക്കി കൊടുക്കുക. കേട്ടോ? അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ 2 സ്ലീവിലും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല വശം ചേർത്തിട്ട് ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പഫ് സ്ലീവിൻ്റെ പാറ്റേൺ. അപ്പോൾ വളരെ എളുപ്പമാണ് അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ബോർഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് അടിച്ചു കൊടുത്തിട്ടും ചെയ്യാം. ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് കിട്ടണത് തയ്ച്ച് കഴിയുമ്പോൾ. ഇനി ഇവിടുത്തെ വണ്ണം നമ്മൾ 4 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും സ്ലീവിൻ്റെ വീതി 4 ഇഞ്ച് അടയാളപ്പെടുക്കുക. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന വേറെ പാറ്റേൺസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പഫ് സ്ലീവ് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ടുന്നുണ്ട്. ഇനി താഴെ ഫ്ലീറ്റ്സ് ഇല്ലാണ്ട് ഇതുപോലെ മുകളിൽ മാത്രം ഫ്ലീറ്റ്സ് ഇടുന്ന പാറ്റേണും ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്